ഗായ്സ് നമ്മള് കുന്തളംപാറ മല കയറാൻ പോകണം. ഗായ്സ് ആ മഞ്ഞിൽ അവിടെ ഒരു മലയുണ്ട്. ആ മലയാണ് കയറാൻ പോകുന്നത്. നല്ല മഞ്ഞാണ്, മഴയാണ്. അപ്പം ഇവിടെ പോവാണ്. ഇവിടെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ, നല്ല വൈബ് സ്ഥലം. അപ്പം ഈ വൈബ് സ്ഥലത്തോടെ നമ്മൾ മലയായിട്ട് കയറാം. ഇവിടെ വരെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി കയറി പോയാൽ മതി. അപ്പം കുന്തളംപാറ എന്നാണ് ഈ മലയുടെ പേര്, കട്ടപ്പനയുള്ളത്. അപ്പം വരുന്ന ആളുകൾക്ക് തുറന്ന വീടിയാണ്. അപ്പം മറ്റേ പഴയ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ റൂട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ മലോ എങ്ങനെയാണ് പോകുന്നതെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ലേസ് ഗോ. നമ്മുടെ മോണ്ടൻ കയറുന്ന ആ സൈഡിലോട്ട് നമ്മൾ എത്തിയിട്ട് ഈ ഒരു വീടിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു വേണം ഇങ്ങോട്ട് കയറണം. ഈ ഒരു സൈഡിലോട്ട് ഇടയ്ക്ക് വഴി ഇതിലേക്ക് കയറിയാണ് നമ്മൾ പോകുന്നത്. ഈ ഇവിടെയൊക്കെ ഓസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾ ഓസ് നിന്ന് കളയാതിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇവരത് ഇവിടെ ആൾക്കാർ അങ്ങോട്ട് പോകാൻ പെർമിഷൻ തരില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി ആ വീടല്ലേ. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ സ്ഥലത്തോടെയാണ് വരിക. തെന്നിത്തെറിച്ച് നടക്കുവാണ്. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, അതിന് പായലൊന്നും ആയിട്ടില്ല. കുറച്ചാൾ കഴിയുമ്പോൾ കുറച്ച് സ്ഥലം കഴിയുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ വരുന്നത് അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതുവഴിയും പോകാമെന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ ഇതിലേ കയറി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും. അതുകൊണ്ട് എടാ സൂക്ഷിച്ച് കയറിക്കണേ. ഷൂ ഇട്ടില്ലേ? എടാ ഷൂ ഇട്ടില്ലെന്നെങ്കിലും ഉണ്ടല്ലോ തെന്നിപ്പോയാ. കാൽമാക്രി അതുണ്ടോ മൊത്തത്തെ തെറിച്ച് നടക്കുന്നുണ്ട്. വാൽമാക്രികൾ നേരെ പോടെ. ഇത്ര എളുപ്പമല്ല. നല്ലേ പായലുണ്ടോ? അവിടെ പായലുണ്ട്. അപ്പോൾ ഷൂ ഇട്ട് വന്നില്ലെങ്കിൽ പണിയാവും. അതായത് പായലാണ്. അപ്പോൾ തെന്നിപ്പോവും. അതുകൊണ്ട് എല്ലാം പായലാണ്. ഷൂ ഇട്ട് വന്നാൽ നൈസായിട്ട് എടുക്കും. നീ എവിടുന്ന് പുറകോട്ട് വന്നാണ്ടല്ലോ, ഞാനും പോവും. അത് മറ്റേ ഈ ചെടിയുടെ പൂത്ത് കഴിഞ്ഞപ്പോൾ വരുന്ന സാധനം. മൊത്തം മഞ്ഞാണ് കേസ്. സ്ട്രൈറ്റ് ആണോ? വാ, എൻ്റെ ബെസ്റ്റോടെ സാഹസികമായിട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ട്രക്കർ ബെസ്റ്റോ. എടാ ഒരു വൈബില്ലടാ. വൈബ് കൊണ്ട് റിസ്ക് ഉണ്ട്. സൂക്ഷിച്ച് പോയാ ഇതാണ്. ഇപ്പൊ നീ ഷൂ എടുത്തിട്ടാണെങ്കിൽ എങ്ങനെയാ പോയാ എടാ ബാലൻസ് ചെറുതായിട്ടുണ്ട് കളിയ. മൊത്തം മഞ്ഞാണ്. സ്റ്റെപ്പൊക്കെ മഞ്ഞത്ത് ഇടിക്കൊരു പ്രത്യേക ലുക്കാ. ഇതാണ് കുന്തളംപാറ. കുന്തളംപാറ കട്ടപ്പനയാണ് ഇടുക്കി. എന്നാ പോയി പോലെ പക്ഷെ മടുത്ത് ഇനിയുമുണ്ട്. കാറ്റ് സൈഡിൽ കൊക്ക പോലെ അടിക്കടെ പോവാണ്. ഇതൊക്കെ ഈ ചെടിയിൽ അവിടെ മൊത്തം ഉണ്ടല്ലോ. രസമാണ്, നല്ല സൈസാവും. കുഴപ്പമില്ല. നീയും പോകാനുണ്ട് പോയിസ് കുറേ ദൂരം. എല്ലാ കിളികളൊക്കെ കാണാം. പ്രകൃതിയുടെ വേറൊരു എക്സ്പീരിയൻസ്. ഈ ആൾട്ടിറ്റ്യൂഡ് ഈഗിള് പറക്കുമോ? ഈ ആൾട്ടിറ്റ്യൂഡില്ലേ? ഇത് പിടിയില്ല, ചാൻസ് ഇല്ല. അതുകൊണ്ടല്ലേ ഈ കിളികളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട്. അല്ല എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. വാ സൗണ്ട് കേൾക്കുന്നുണ്ട്.
ആ സൗണ്ട് തേടി പോവാണ്. എന്തായാലും ഈ മല കൊള്ളാട്ടോ. കുന്തളംപാറ മല കയറിയിട്ടുണ്ടോ ഉറവാ. ഇത് ആൾക്കാർ ഓസൊക്കെ ഇട്ടിട്ടുണ്ട്. ഉറവാ. ഓ തെന്നി. ട്രക്കിങ്ങിനിടയിൽ ഇതുപോലുള്ള കാഴ്ചകൾ നൈസല്ലേ. സൂപ്പർ എക്സ്പീരിയൻസ്. ആ ഗൈസ് കണ്ടോ, ഉറവയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്നുണ്ടോ, ഇതുണ്ട് ഇവിടെ ഓസ് വെച്ചിട്ടുണ്ട്. ഈ ഓസിൽ ഇതേ ഇവിടെ ഇങ്ങനെ ചെറിയ തിട്ട പോലെ വെച്ചിട്ട് അവിടുന്ന് വെള്ളം പിടിക്കുകയാണ്. കൊള്ളാമല്ലേ, എന്തൊക്കെ ഐഡിയകളല്ലേ. വാവ് ഗൈസ്, ട്രക്കിങ്ങിനിടയിൽ നമുക്ക് ദാഹിച്ച് വെള്ളം കുടിക്കാനായിട്ട് ഇതുപോലെ സ്പോട്ട് ഉണ്ട്. കൈ കഴുകി വെള്ളം കുടിച്ചാൽ മതി. സൂപ്പർ വെള്ളം, നാച്ചുറൽ വെള്ളം. അടങ്ങി നൈസ് വെള്ളം. പായല് തെന്നി പക്ഷെ ചവിട്ടി കഴിഞ്ഞാൽ ഷൂ അല്ലെങ്കിൽ ചവിട്ടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ തെന്നി കിടക്കും. ഇപ്പൊ ട്രക്കിങ്ങിന് വരുന്നവർ ഷൂ ഇട്ടിട്ട് വരാവുള്ളൂ, പ്രത്യേകിച്ച് ഈ സമയത്ത്, അല്ലെങ്കിൽ നല്ല വിഷയമായിരിക്കും. ഇവരെ വെള്ളമൊക്കെ ചാടി തെന്നി തെറിച്ച് കിടക്കണം മൊത്തം. പക്ഷെ മഴയത്ത് വരുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. സൂപ്പറാണ്. വെള്ളം കാരണം ടച്ചൊന്നും പിടിക്കുന്നില്ല, ഐഫോൺ ആണെന്നുകൊണ്ടേ ഇല്ല. അപ്പോൾ ഗൈസ് ഇതിലൂടെയാണ് നമ്മൾ ഇങ്ങനെയാണ് പോകേണ്ടത്. വലിയ കടന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോവുക. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണിക്കാം കേട്ടോ. ഓർത്തൻ കയറി വരാൻ കിടന്ന് പെടാപ്പാട് വിടുന്ന കാഴ്ച എനിക്ക് കാണുന്നത്. എന്തുവാടേ ഒരു കല്ലും കൂടെ. ഇതിലെ കയറി മുകളിലോട്ട് പോവാം. നൈസ് മലയല്ലോ, നൈസ് പാറയല്ലേ. അതന്നെ ആനപ്പുറം. റെസ്റ്റോ അടുത്ത് ചാടു, കുറച്ചുകൂടെ ഉള്ളോ, വളരെ ഉള്ളു. ആ വളരെ ഇവിടെ ചെറിയ കുളമായാലും. കോടയോ ഒഴുകി പോകുന്നല്ലേ, ടോപ്പ് തറയടാ. അപ്പൊ ഗൈസ് അടിപൊളി നൈസ് വ്യൂയിലോട്ട് നമ്മൾ പോകണം. പക്ഷെ വ്യൂ ഇല്ല കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ പഴയ വീഡിയോയിൽ ആ ഒരു നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു വ്യൂ ആണ്. ഇപ്പം മൊത്തം മഞ്ഞാണ്, മൊത്തം കാറ്റ് വേണം കേട്ടോ. കാറ്റ് പിടിക്കണം. പറത്തിക്കൊണ്ട് പോകും. എടാ ബോള് കേട്ടോ, അത് കമ്പിളി നാരങ്ങ. മഞ്ഞ് കയറിട്ട് പെൻസിലൊക്കെ നൈസല്ലേ. ആ എത്തി. വാ. അപ്പോൾ ഗായ്സ് ഇതാണ് ഇവിടുത്തെ ഫേമസ് കുളം കേട്ടോ. സൂപ്പർ. ചാടിയാലോ. ഇവിടുത്തെ വെള്ളം ഇല്ലായിരുന്നു, അത്യാവശ്യം കുളിക്കാനൊക്കെ പറ്റൂടെ ഇറങ്ങി.
അടിപൊളിയാണ്. ഏയ് നല്ല 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 എന്നാ കാട്ടടാ. എടാ ഇനി ഒരു വീഡിയോ എടുത്തേ. വീഡിയോ ആ നല്ല കാറ്റ്. കുന്തളംപാറയാണ്, മലയുടെ മുകളിലാണ്. അടിപൊളിയാണ്, കട്ടപ്പന പോലെ. ഈ കുളം ഓക്കെ, ഇതുപോലത്തെ കുളവും ഇതുപോലത്തെ ഭയങ്കര എക്സ്പീരിയൻസുമാണ്. സൂപ്പർ വൈബ്. ബെസ്റ്റ് ആണോ വൈറലാവും. ഓ മഞ്ഞത്ത് ഒന്നും കാണത്തില്ല, മൊത്തം രഞ്ജ മൊത്തം മഞ്ഞേറി. കുന്തളംപാറ മൊത്തം മഞ്ഞാണ് കഴിച്ച്. മൊത്തം മഞ്ഞ്. ഓ കാറ്റിന്റെ പവർ ആണെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ കുട്ടികളല്ലേ തലയ്ക്ക് മുകളിൽ നോക്കിയടാ. ഓ ചത്ത് കാറ്റ്. ഗൈസ് ആ കാറ്റിന്റെ ബഹളം എല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ശാന്തമായിട്ടോ. നൈസ് എക്സ്പീരിയൻസ് ആണ് കുന്തളംപാറ മല. ഇത് കട്ടപ്പനയാണ് സ്ഥിതി ചെയ്യുന്നത്. എടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ ഗൈസ്? ഇത് മഴയത്ത് വരുമ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് വരിക. അപ്പൊ മഴയത്ത് വരുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ ആയിട്ട് വരിക, നല്ല ഷൂ ഇടുക, അത് കയറി പഠിക്കില്ലാത്തൊരു എന്ത് കമ്പ് കോല് പോലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ നോക്കുക. ചുമ്മാ പറഞ്ഞാണ്. അപ്പൊ കുറച്ച് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, തെന്നി വീഴാതെ പോകാൻ പറ്റും. പക്ഷെ സ്ഥലം വരുന്നത് കട്ടപ്പനയാണ്. ഇടുക്കി കട്ടപ്പന വന്നിട്ട് കുന്തളംപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ അതേ പേരാണ് ഈ മലയ്ക്ക്, കുന്തളംപാറ മല. ഗൈസ് എൻ്റെ ഞാൻ എടുത്തൊരു വീഡിയോ ലിങ്കായിട്ട് ഇട്ടിട്ടുണ്ട്, ഇതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അറിയത്തില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നല്ല നൈസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഗൈസ് ബൈ ബൈ.